ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ വിയറ്റ്നാം എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക്, വിയറ്റ്നാം എപ്പിസോഡിലേക്ക് കയറി. മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് രസകരമായിരിക്കാനാണ് സാധ്യത. കാരണം ഞങ്ങൾ ഇന്ന് ഹലോങ് ബേയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ക്രൂസിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. സോ പോകുന്ന വഴികൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കേരളത്തിൽ തന്നെയാണോ? ഏകദേശം കേരളത്തിന്റെ സ്റ്റൈലിലുള്ള ഒരുപാട് പാടങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉള്ള ഒരു റോഡൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ വണ്ടികളും എല്ലാം ഡിഫറെൻ്റ് ആണ്, സ്റ്റൈലുകൾ ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും നമ്മുടെ നാടിന്റെ ആ ഒരു ടെറൈൻ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും രസകരമായിട്ടുള്ളൊരു സ്ഥലത്തു കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വലിയ മീച്ചം ഉണ്ടാവില്ല, എന്നാൽ പോലും രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഹലോങ് ബേയിലേക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഒരു റെസ്റ്റ് റൂമിൽ കയറാമെന്ന് വിചാരിച്ചിട്ട്, ഇവിടുത്തെ പോലെ നമ്മൾ റോഡിൽ നിർത്തി പോകുന്ന പരിപാടി ഇല്ലല്ലോ. ഇപ്പൊ ഈ കലാകാരൻ ചെയ്യുന്ന കണ്ടോ, ഇതൊരു ത്രെഡ് വർക്കാണ്. ഈ ത്രെഡ് വർക്കിലൂടെ കാണിക്കുന്ന ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. സോ ഇതുപോലുള്ള കുറേ കലാകാരന്മാർ ഇങ്ങനെ നിരന്നിരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളുടെ റെസ്റ്റ് റൂമും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇറങ്ങി എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ ഷോപ്പ് ചെയ്യാം. ഇത് ഒരുപാട് ഐറ്റംസ് ഇവിടെ, ഇതൊരു വലിയ ഒരു ട്രേഡ് സെൻ്ററാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് നമുക്ക് വീടുകളിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാനുണ്ട്. സോ ഇത് രസകരമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഒരു ത്രെഡ് വർക്കാണ്, വളരെ ശ്രദ്ധയോടുകൂടി. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ചിരുന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായൊരു സാധനം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ്. ഒരു ഫോട്ടോ പോലെ ഇരിക്കും. ഇത് ഫ്രെയിം ചെയ്ത് നമ്മളുടെ വീടുകളിൽ വച്ചാൽ അടിപൊളിയായിരിക്കും. വ്യത്യസ്തമായ ഒരു പെയിന്റിങ് പോലെ ഫീൽ ചെയ്യും. ഇതെല്ലാം ത്രെഡ് വർക്കാണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മുഴുവനും ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്കാണ്. ഓരോ കലാകാരന്മാരിരുന്ന് ചെയ്ത് എടുക്കുന്നതാണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഡയമണ്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്വൽസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിന്, നമ്മളുടെ മക്കൾക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാനുള്ള ജ്വൽസ് കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ഇവിടെ ഡയമണ്ട് കട്ടിങ്ങും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് അല്ലാതെയും മേടിക്കാനുണ്ട്. സോ ഇതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ ഞങ്ങൾ വീണ്ടും തുടർന്നു. എല്ലാവരും റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് അപ്പോൾ ഒരു റിഫ്രഷ്മെന്റ് ആയിരുന്നു. ഒരു കോഫി എല്ലാം കുടിച്ചിട്ടാണ് പിന്നെ എല്ലാവരും വണ്ടിയിലേക്ക് വീണ്ടും കയറി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ച് പൊളിയായിരുന്നു. പാട്ടും ഡാൻസും ബഹളവും എല്ലാമായിരുന്നു. സൂപ്പറായിരുന്നു. ചന്ദന സുഗന്ധികൾ ജനങ്ങൾ ഇടന്നു മന്ദിരാങ്കണത്തിൽ നിന്റെ മഞ്ജുഗീതം കേൾക്കവേ കാറ്റുമൂളും കണ്ണിലൂളം കാറ്റുപോല നന്യനി പാട്ടിലെഴുമാസ്വരങ്ങളേറ്റു പാടി നിന്നൂരിലെ താഴ്വാരം ആകാശം
അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ ഞങ്ങൾ ഹലോങ് ബേയിൽ എത്തി. ഹലോങ് ബേ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പക്ഷെ നല്ല ചൂടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ആ ഇറങ്ങേണ്ട സ്ഥലത്തെത്തി. അതൊരു ആക്ച്വലി ഒരു ഹബ്ബാണ്. ഈ ഹബ്ബിൽ നിന്നും ഒരുപാട് ക്രൂസിലേക്കുള്ള ആൾക്കാർ കയറി പോകുന്നുണ്ട് ചെറിയ ബോട്ടുകളിൽ. സോ ഞങ്ങളും അവിടെ ഇറങ്ങി. ഞങ്ങൾ അവിടെ ലഗേജുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ടാഗ് തന്നു. ഞങ്ങളുടെ ക്രൂസിലേക്കുള്ള എലൈറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ടാഗ് ഒക്കെ തന്നു. അങ്ങനെ ഉമേഷ് സാറിന്റെ പേരിൽ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. സോ ഉമേഷ് സാർ വന്ന് ബാക്കി എല്ലാവർക്കും ടാഗ് കൊടുത്തു. അതുപോലെ ലഗേജുകൾ മുഴുവനും അവർ ടാഗ് എല്ലാം ഇട്ടിട്ട് അവർ അത് കൊണ്ടുപോയി. പിന്നെ നമ്മൾ ലഗേജ് ഒന്നും എടുക്കണ്ട. സോ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മളൊരു ബോട്ടിൽ കയറി നമ്മുടെ ക്രൂസിന്റെ അടുത്തേക്ക് എത്തിയാൽ മതി. സാർ എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? Yeah, it's really excited because traveling from a hotel to this Hanoi Bay, it's really exciting one. Now, over to that, now we are going to the LATC, the 5-star cruise. Yes. Really excellent. അതായത് ഒന്നും പറയണ്ടല്ല, have no words to express. Really enjoying right from day before. യെസ്, അങ്ങനെ ഞങ്ങൾ ഈ ബോട്ട് ജെട്ടിയിൽ നിന്നും ഞങ്ങളുടെ ക്രൂസിനെ നോക്കിയിട്ട് യാത്ര തുടങ്ങുന്നു. അപ്പോൾ അതിന് ഇവിടുന്ന് നമ്മളൊരു സ്പീഡ് ബോട്ടിൽ, നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ബോട്ടാണ്. സോ ആ ബോട്ടിലാണ് കടലിലൂടെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതും ആ യാത്രയും കുറച്ചൊരു, എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് യാത്രയുണ്ടായിരുന്നു. അതും ഒരു രസകരമായിട്ടുള്ള ഒരു ട്രാവൽ തന്നെയാണ്. കാരണം നമുക്കിത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇതെല്ലാം നമുക്ക് പുതുമയാണ്. സോ അതും ഒരു രസകരമായിട്ടുള്ള, ഞങ്ങളെല്ലാവരും കൂടി ആ ബോട്ടിൽ കയറിയപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈഫ് ജാക്കറ്റും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ട് നിർബന്ധമായിട്ടും പോകണം. സോ അതെല്ലാം ഞങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. സോ അങ്ങനെ ഞങ്ങളുടെ ബോട്ട് നമ്മൾ ട്രാവൽ തുടങ്ങി. അതും നല്ലൊരു ഭംഗിയുള്ള ഒരുപാട് ബോട്ടുകൾ, നമ്മളിങ്ങനെ കടലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് ക്രൂസിലേക്കുള്ള ആൾക്കാർ ഇതുപോലെ ഓരോരോ ബോട്ടുകളിൽ പോകുന്നുണ്ട്. അതെല്ലാം ഒരു രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. യെസ്, അങ്ങനെ ഞങ്ങള് നമ്മളുടെ എലൈറ്റ് ഓഫ് ദ സീ അതിന്റെ അകത്ത് നമ്മൾ കയറി. നേരെ ചെക്ക് ഇൻ ചെയ്യല്ലായിരുന്നു, നേരെ ഞങ്ങൾ ലഞ്ചിന് പോയിരുന്നു. കാരണം നമ്മളുടെ ലഞ്ചിന്റെ ടൈമാണ്. പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. നേരെ ലഞ്ചിന് കയറി. നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമുക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ അങ്ങനെ റിസർവ് ചെയ്തിരുന്നു. സോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരോ ഐറ്റം ആയിട്ട്, അപ്പൊ അതൊരു സെറ്റ് മെനു ആയിരുന്നു. അപ്പൊ അതിന് നമ്മളുടെ മെനു കാർഡ് ഉണ്ടായിരുന്നു. സോ അതിൽ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പംകിൻ സൂപ്പ് വിത്ത് ഗ്രിൽഡ് ബ്രെഡ് വന്നു. ഒരു സൂപ്പായിരുന്നു, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വെജിറ്റബിൾ സലാഡ് വന്നു. അത് സീസണൽ ഫ്രൂട്ടും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡായിരുന്നു. അത് യൂഷ്വൽ, പക്ഷേ എന്തോ വെജിറ്റബിൾ സലാഡിനും ഫ്രൂട്ടിനും ഒക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്രിൽഡ് ഹലോങ് ഓയിസ്റ്റർ വിത്ത് പീനട്ട് ആൻഡ് കോക്കനട്ട് ഓയിൽ, പിന്നെ ഒരു ഓയിസ്റ്റർ വന്നു. അതും ഒരു നല്ല ടേസ്റ്റ് ഉള്ള സംഭവമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രിൽഡ് ലോബ്സ്റ്റർ സെർവ്ഡ് വിത്ത് സോട്ടഡ് വെജിറ്റബിൾ വിത്ത് ക്രീമി പാസ്ത. ഇതൊക്കെ ഞാൻ പഠിച്ചു പറയാണ്, ഇതിൽ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന്.
അത് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രിൽഡ് ഡക്ക് സെർവ്ഡ് വിത്ത് ഗ്രീൻ പെപ്പർ സോസിൽ ഒരു ഡക്കിന്റെ അതും അടിപൊളി ഐറ്റം ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ആ ഫ്ലഷ് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വ്യത്യസ്തമായ കുക്കിംഗ് ആയിരുന്നു, അതും സൂപ്പർ ആയിരുന്നു. സോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് ആയിട്ട് പന്ന കോട്ട ജാസ്മിൻ ഫ്ലേവറിലുള്ള ഒരു പേസ്ട്രി വന്നു. സോ അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെയാണ് പന്ന കോട്ട ജാസ്മിൻ ഫ്ലേവർ. ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്ഷമിക്കുക. സോ അങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മെനു ആയിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ലാസ്റ്റ് അവർ പറഞ്ഞു നിങ്ങളുടെ ലഞ്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ ചെറിയ ചെറിയ പോർഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ആ പോർഷൻസ് മുഴുവനും നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ നമ്മളുടെ റൂമിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. സോ ആ സമയമാകുമ്പോഴത്തേനും അവർ കീ കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ റൂമുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ്. നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് നമ്മളെല്ലാവരും ഒരേ ഫ്ലോറിലായിരുന്നു. സോ നമ്മളുടെ ഏറ്റവും പ്രീമിയം റൂമാണ് ആ ക്രൂസിൽ തന്നെ. കാരണം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂം ബാൽക്കണി ഉള്ള റൂമാണ്, ഹെവി റൂമാണ്. അങ്ങനെ ഞാനും മനുവും വിപിനുമായിരുന്നു ഇന്നത്തെ ദിവസം. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ്, ഞങ്ങളാണ് റൂംമേറ്റ്സ്. അങ്ങനെ റൂമിലേക്ക് വന്നില്ലേ, നമ്മൾ 3 ബെഡൊക്കെ റെഡി ആയിരുന്നു. അങ്ങനെ വന്ന് നമ്മൾ കയറുമ്പോഴത്തേനും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. സോ ഈ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഏകദേശം സീ ലെവലിൽ തന്നെയാണ്. സോ ഭയങ്കര ഭംഗിയാണ്, നല്ല ഒരു വല്ലാത്ത ഫീലാണ്. അത് നിങ്ങൾ നേരിട്ട് പോയാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഫ്ലോർ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഫ്ലോർ കാണാൻ തന്നെ വളരെ ബ്യൂട്ടിയാണ്. ഒരുപാട് ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് ഒരു ഹോട്ടലിന്റെ അകത്തു കൂടെ പോവാന്നേ തോന്നുള്ളൂ. ഓൾറെഡി നമ്മളുടെ ബോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, പക്ഷെ അതിന്റെ ഫീൽ ഒന്നുമില്ല, അനക്കങ്ങളോ ഒന്നുമില്ല. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്രൂസാണ്. സോ ഞാനിപ്പോ ഇത് ഷിൻഡോന്റെ മാഹിറിന്റെ റൂമാണ്. ഈ റൂമിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്ന് പോകാം, നല്ല രസമായിരിക്കും. ഇതൊരു 2 ബെഡ്റൂം റൂമാണ്, ബാൽക്കണി ഉണ്ട്, സെയിം സെറ്റപ്പ് തന്നെ. ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടാൽ ഞെട്ടിപ്പോവും. ഇതൊരു ടോയ്ലറ്റ് ആണ്, നമ്മളുടെ കംപ്ലീറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്, നമുക്ക് സ്വിച്ചിലൂടെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് പണ്ട് ചെയ്ത എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ചെന്നൈയിൽ ഞാനൊരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ. സോ ആ ഹോട്ടലിലും ഇതേപോലെ ടോയ്ലറ്റ് ആയിരുന്നു. എല്ലാം നമുക്ക് സ്വിച്ചിലൂടെ ഓപ്പറേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം സാധിച്ചതിന് ശേഷം കഴുകുന്നത് വരെ ഓട്ടോമാറ്റിക് ആണെന്ന് അർത്ഥം. ഓക്കെ, അതുപോലെ നല്ലൊരു ടബ്, നല്ല എല്ലാം ക്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രീമിയം ആണ്, ലക്ഷറി ആണ്. എങ്ങനെയുണ്ട് സാർ റൂം? അടിപൊളി, സൂപ്പർ റൂം, ഗ്രേറ്റ് വ്യൂ. യെസ്, സിംഗിൾ റൂം ആണെങ്കിൽ അതിനകത്ത് മാത്രമേ ഉള്ളൂ. ഒരാളെ ഒറ്റ സമയത്ത് അതിനകത്ത് കയറാൻ പറ്റും. എങ്ങനെയുണ്ട് സാർ? ഇത് ഫോട്ടോ വീഡിയോ സാറേ? സാർ ഇത് വീഡിയോ ആണ്. എങ്ങനെയുണ്ട് റൂം? അടിപൊളിയാണെന്ന് പറ. റൂം അടിപൊളി. അങ്ങോട്ട് നോക്കിയത്. അതെ, അടിപൊളി വ്യൂ, സൂപ്പർ വ്യൂ ഫ്രം ഹിയർ. What a fantastic view. കൈ ഒരു ബാൽക്കണി. ഇത് അടിപൊളി സംഭവം. ബ്യൂട്ടിഫുൾ ട്രെയിൻ എക്സ്പീരിയൻസ് സ്റ്റാൻഡിംഗ് ഹിയർ. You have a transport right away. ഓ, Yeah, it always like that. Yeah. Awesome. Good choice there. താങ്ക് യു സാർ. Thank you so much for all the hard work. ആക്ച്വലി ഉമേഷ് സാറാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്. എന്താ പറയാ, ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ആഡംബര കപ്പൽ തന്നെയാണ് ഈ എലൈറ്റ് ഓഫ് ദ സീ. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ തന്നെയാണ് ജിമ്മും സ്പായും എല്ലാം ഉള്ളത്. ജിമ്മ് ഭയങ്കര എല്ലാ എക്യുപ്മെന്റ്സും ഉള്ള ഒരു അടിപൊളി ജിമ്മ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്, അടിപൊളിയാണ്. സോ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം പോലും നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാം. ശരിക്കും ഇതൊരു 4-5 ഫ്ലോറുകളായിട്ടാണ് ഈ ക്രൂസ് ഉള്ളത്. ഓരോന്നിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഡൗണിലാണ് എഞ്ചിന് കാര്യങ്ങൾ. അതിന്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂമുകൾ, അതുപോലെ സ്പാ ഉണ്ട്, ജിമ്മൊക്കെ ഈ ഫസ്റ്റ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോർ വന്നിട്ട് ബാറ്, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള ഗോൾഫ്. സോ അതെല്ലാം സെക്കൻഡ് ഫ്ലോറാണ്. തേർഡ് ഫ്ലോർ വന്നിട്ട് റൂംസ് ആണ്. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ഫ്ലോറാണ്, അവിടെ തന്നെയാണ് റൂംസ്. പ്ലസ് ക്യാപ്റ്റൻ്റെ റൂം എല്ലാം 5th-ലാണ്. സോ 6th എന്ന് പറയുന്നത് അപ്പർ ഡെക്കാണ്. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു ഏരിയ ആണ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞെട്ടിപ്പോകുന്ന വിഷ്വൽസ് ആണ് ഇവിടുന്ന് നമുക്ക് കാണുമ്പോൾ.